ഉദയാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിലാണ്. ഇന്നലെ നാം ആരാധനാ സമൂഹമാണ് എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു ധ്യാനാത്മക ചിന്തയിലൂടെയാണ് കടന്നുപോയത്. ആരാധനയിലൂടെ ദൈവം മഹത്വപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ മനുഷ്യൻ നടത്തുന്ന ഒരു അർപ്പണമാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മനുഷ്യൻ്റെ ആരാധന ദൈവത്തിന് ആവശ്യമില്ല, ആരാധന മനുഷ്യനാണ് ആവശ്യം. ആരാധനയിലൂടെ നാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു. തിന്മയുടെ ശക്തികളിൽ നിന്ന് നാം വിടുതൽ നേടുന്നു. നിരന്തരം നമ്മെ തന്നെ പുനർസമർപ്പിച്ച് നാം ശക്തരായിത്തീരുന്നു. അനുഗ്രഹീതരായി നമുക്ക് നമ്മുടെ തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എന്നാൽ ആരാധിക്കാതിരുന്നാൽ അത് വലിയ ബന്ധനമാണ്. ദൈവത്തിന് നൽകേണ്ട ആരാധന മനുഷ്യന് നൽകുന്നതിലൂടെ വലിയ അപകടത്തിലാണ് നാം ചെന്നുപെടുന്നത്. സാത്താൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നതിലൂടെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും വലിയ അപകടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരെ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റനേക പഠനങ്ങളിലൂടെ, മറ്റനേകരുടെ അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരാധിക്കാതിരിക്കുന്നതിൽ, ദൈവത്തിന് മഹത്വം നൽകാതിരിക്കുന്നതിൽ മനുഷ്യനെ ഒഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. ജ്ഞാനികൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? പുൽക്കൂട്ടിലേക്കാണ്, യേശുവിൻ്റെ സന്നിധിയിലേക്കാണ്. എന്നാൽ ദൈവത്തെ വിട്ട് യാത്ര ചെയ്യുന്നവൻ ഭോഷൻ, അവൻ വഴിതെറ്റി യാത്ര ചെയ്യുന്നവനാണ്. യൂദാശ്ലീഹ പറയുന്നത് അതാണ്. മാർഗഭ്രംശം സംഭവിച്ച നക്ഷത്രങ്ങൾ എന്നാണ് യൂദാശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്. അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിഗ്രഹങ്ങൾ കൈമാറി. ചിലപ്പോൾ തന്നെ വിഗ്രഹമാക്കുന്നു, ചിലപ്പോൾ പല മനുഷ്യരെ വിഗ്രഹമാക്കുന്നു, ചില ജന്തുക്കളെ വിഗ്രഹമാക്കുന്നു, പണത്തെ വിഗ്രഹമാക്കുന്നു. വ്യത്യസ്തമായ ഈ ഭൗതികമായ പലതിനെയും ദൈവത്തിന് പകരം പ്രതിഷ്ഠിക്കാൻ തയ്യാറാകുന്നതിലൂടെ അവന് മഹത്വം നഷ്ടപ്പെടുന്നു.
നാശത്തിലേക്ക് അവൻ ചലിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ അശുദ്ധി വർദ്ധിക്കുന്നു. പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവ് നിഷ്കപടമായ ജീവിതം നയിച്ച് യേശുക്രിസ്തുവിൽ എത്തിച്ചേർന്നവർ, ആട്ടിടയന്മാരുടെ ആ നിഷ്കളങ്കത, നൈർമല്യം, തുറവി, അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യൻ എന്താണ്? അശുദ്ധിക്ക് അടിപ്പെടുന്നു. മനുഷ്യൻ അശുദ്ധിക്ക് എന്തെന്നാൽ അവൻ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും മഹത്വമുള്ളവനാണ്. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം ആധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠക്കാരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീരുന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന് ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആധുനിക സംസ്കാരം മരണസംസ്കാരമായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്നും വിടുതൽ നേടണം. അതിനുള്ള മാർഗം സത്യദൈവത്തിലേക്ക് മടങ്ങുക, സത്യദൈവത്തിന് ആരാധന നൽകുക. ആരാധന നൽകുക എന്നാൽ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നർത്ഥം, മുൻഗണനകൾ നിശ്ചയിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഒരു അനുതാപത്തിലേക്ക് കടന്നു വരാതെ പുൽക്കൂട്ടിലെത്തുക നമുക്ക് സാധ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കിലെത്തുക നമുക്ക് സാധ്യമല്ല. നമുക്കറിയാം, കൊട്ടാരം തടസ്സമാണ്. ചില കൊട്ടാരങ്ങൾ നമുക്ക് തടസ്സമാണ്. സുരക്ഷിതത്വത്തിൻ്റെ കൊട്ടാരങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരങ്ങൾ, അതിഭൗതികത, പലപ്പോഴും പലതരത്തിലുള്ള അസന്മാർഗികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. രാജാവിന് ഏറ്റവും പ്രധാനം എന്താണ്? തൻ്റെ മഹത്വമാണ്. തൻ്റെ അസ്തിത്വത്തെ, ഒരുപക്ഷെ തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും കൊല്ലാൻ തയ്യാറാവുക. ഒരു കുഞ്ഞിനെയല്ല, യേശുവിനെ കൊല്ലാൻ വേണ്ടി ആ ഭരണകർത്താവ് ആ നാട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയെന്ന്. അധികാരി ഭീകരനായാലോ ആ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഓരോ വ്യക്തിയും അവരുടെ അവസ്ഥയനുസരിച്ച് അവരുടെ പാപത്തിൻ്റെ ഗൗരവം സമൂഹത്തെ മുഴുവനും ബാധിക്കാനിടയായിത്തീരുന്നു, തലമുറകളെ ബാധിക്കാനിടയായിത്തീരുന്നു. ആ മണ്ണ് ശാപഗ്രസ്തമാകാൻ ഇടയാകത്തക്കവണ്ണം നിഷ്കളങ്ക രക്തം യേശുക്രിസ്തുവിനെ പ്രതി അവിടെ ചൊരിയപ്പെട്ടു എന്ന്. അപ്പോൾ ഇവിടെ തന്നേക്കാൾ ഉപരിയായി ഒരു ദൈവമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുൽക്കൂട്ടിലെത്താൻ അവന് തടസ്സമായി നിന്നു. പുൽക്കൂട്ടിലെത്താൻ അവന് തടസ്സമായി നിന്നു. ഈ കൊട്ടാരം ജ്ഞാനികൾക്കും ഒരു തടസ്സമായി നിന്നു. ജ്ഞാനികൾ അവർ ഈ ദിവ്യ നക്ഷത്രം കണ്ടുള്ള ഒരു യാത്രയാണ്. ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയാണ്. പക്ഷേ ആ നക്ഷത്രത്തിൽ നിന്നും അവർ കണ്ണു പിന്തിരിച്ചതോടെ
രാജകൊട്ടാരത്തിലേക്ക് അവരാകൃഷ്ടരായതോടെ വഴികാട്ടിയായി നിന്ന നക്ഷത്രം മാഞ്ഞുപോയി. പിന്നീട് അവർ പുറത്തിറങ്ങുമ്പോഴാണ് അവർക്ക് വീണ്ടും ഈ നക്ഷത്രം വെളിച്ചമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്, ഈ പുൽക്കൂട്ടിലേക്കാണ് നാം എത്തുന്നത്. പുൽക്കൂട് അവിടെ മാലാഖമാരെത്തുന്ന സ്ഥലമാണ്. അവിടെ ജ്ഞാനികളെത്തി, ഇടയന്മാരെത്തി, അവിടെ വിശുദ്ധ യൗസേപ്പ് പിതാവുണ്ട്, അവിടെ പരിശുദ്ധ അമ്മയുണ്ട്. ഈ പുൽക്കൂട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആണ്ടുവട്ടത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു അനുഭവം മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമായി, ഒരാത്മീയതയുടെ ആ ഒരു ചൈതന്യമായി അത് രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ധാരാളം പുൽക്കൂടുകൾ, ഇപ്പോൾ പുൽക്കൂട് നിർമ്മാണത്തിൽ മത്സരം തന്നെയുണ്ട്. ഇപ്പോൾ ഈ പുൽക്കൂട് നമുക്കറിയാം, ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത് 1223 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ നാടുകളിൽ പോയി യേശു പിറന്ന സ്ഥലം കണ്ടു, മടങ്ങി വന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് അസീസി പുൽക്കൂടുണ്ടാക്കി. അന്ന് ഈ പുൽക്കൂട് ഗുഹയിലായിരുന്നു, ഒരു ഗുഹ പോലെ ഒരു സ്ഥലം ആദ്യമായി ഉണ്ടാക്കിയത്. അവിടെ ഈ യൗസേപ്പ് പിതാവും മറിയവും അവരെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു, വേഷം കെട്ടി വെക്കുകയായിരുന്നു. അവിടെ തന്നെ മൃഗങ്ങളുടെ സ്ഥാനത്ത് മൃഗങ്ങളെ തന്നെയാണ് അവിടെ ആദ്യമായി അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. അത് ഇങ്ങനെ സാവകാശമായി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് വ്യാപകമായി ഒണോറിയോസ് മൂന്നാമൻ മാർപ്പാപ്പ അതിന് വലിയ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ പോവുകയാണ്. പക്ഷേ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതത്തെ ആകർഷിക്കുന്നതിന് സഹായകമായി തീരണം എന്നുള്ളതാണ്. അപ്പോൾ അവൻ എവിടെ പിറന്നിരിക്കുന്നു, അതാണ് ചോദ്യം. അവൻ എവിടെയാണ് പിറന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അവൻ പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്നതാണ്. അവൻ പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്നു. അത് പലപ്പോഴും എന്താണ്, യേശു ക്രിസ്തുവിലെത്താൻ ചിലർക്ക് തടസ്സമായി നിൽക്കുന്നു. യേശു ക്രിസ്തുവിലെത്താൻ ചിലർക്ക് തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ ഈ പുൽക്കൂട്ടിൽ, അതാണല്ലോ നമ്മുടെ ഈ യേശുവിനെ കണ്ടാൽ യേശു എവിടെയാണ് എന്ന് അന്വേഷിച്ചിറങ്ങിയ പലരും ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ, മദർ തെരേസ എവിടെയാണ് യേശു ക്രിസ്തു എന്ന് കാണാൻ വേണ്ടി പുൽക്കൂട് തേടി പോയത്. എവിടെയാണ്? ചേരി പ്രദേശങ്ങളിലാണ്, പാവപ്പെട്ടവരിലാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നവരിലാണ്. മദർ ലിറ്റി ഈ പാവപ്പെട്ടവരിലേക്ക് പോയി അവിടെ യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിച്ചു. ആധുനിക മനുഷ്യൻ ആരംഭത്തിൽ എന്താണ് വിചാരിച്ചത്? ഇത് മടയത്തരമാണെന്ന് വിചാരിച്ചു, ഇത് വെറും ഒരു ഭ്രാന്താണെന്ന് വിചാരിച്ചു. ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഈ ആത്മീയതയെ സംബന്ധിച്ച് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നവർ. എന്താണ് സംഭവിക്കുക? ഈ പുൽക്കൂട് തിരിച്ചറിയാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഹൃദയം കഠിനമായി തീരുന്നു എന്നുള്ളതാണ്. അവർ കണ്ണുകൊണ്ട് കണ്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടാനിരിക്കാൻ ഇതാണ്. അവിടെ ഹൃദയം അത്രമാത്രം കഠിനമാണ്. അതുകൊണ്ടെന്താണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്? നമ്മുടെ ഹൃദയം, മാംസളമായ ഹൃദയം ഞങ്ങൾക്ക് തരയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ട ആ ഒരു നമ്മുടെ പ്രാർത്ഥന അങ്ങനെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് സത്രത്തിൽ വസിക്കുക സാധ്യമല്ല. യേശുക്രിസ്തുവിന് കൊട്ടാരത്തിൽ വസിക്കുക സാധ്യമല്ല. കൊട്ടാരത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. അവിടെ യേശുക്രിസ്തു കൊട്ടാരത്തിൽ പിറന്നാൽ അവൻ്റെ അധികാരം ഉറപ്പിക്കാനും അവന് അതിൽ നിന്നും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനും അവൻ്റെ സ്ഥാനം ഉറപ്പിക്കാനും വേണ്ടി യേശുക്രിസ്തുവിനെ ഉപകരണമാക്കുമായിരുന്നു ഹെറോദേസ്. സത്രം ഒരു പൊതുവേദിയാണ്. അവിടെ യേശു അവഗണിക്കപ്പെടുന്നു. എല്ലാവർക്കും അവിടെ പ്രവേശനമില്ല. എന്നാൽ എല്ലാവർക്കും പ്രവേശനമുള്ള ഒരിടം,
അതാണ് പുൽക്കൂട്. നാം ഇന്ന് കെട്ടിയുണ്ടാക്കുന്ന ഈ പുൽക്കൂട് എന്നർത്ഥത്തിലല്ല നാം ഇതിനെ കാണേണ്ടത്. മറിച്ച് എല്ലാവർക്കും പ്രവേശനമുള്ള, തുറവിയുള്ള ഒരിടം, പാവപ്പെട്ടവർ കടന്നു വരാൻ സാധിക്കുന്ന ഒരിടം. ആട്ടിടയന്മാർ കൊട്ടാരത്തിൽ ചെല്ലാൻ സാധിക്കുമായിരുന്നു, സത്രത്തിലെത്താൻ സാധിക്കുമായിരുന്നു. ആർക്കും എപ്പോഴും കടന്നു വരാൻ സാധിക്കുന്ന ആദ്യത്തെ പള്ളിയും ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പള്ളികൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി നാം തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നാം തേടുന്നത് കൊട്ടാരങ്ങളല്ല, സുരക്ഷിതത്വത്തിന് ഇടങ്ങളല്ല, മറിച്ച് പുൽക്കൂടുകളാണ് എന്ന് മനസ്സിലാക്കണം. യൗസേപ്പാണ് ആദ്യം പുൽക്കൂട് പണിതത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് യൗസേപ്പ് പണിതത്. യൗസേപ്പ് പക്ഷെ പണിതത് ജീവനുള്ള വചനത്തിലാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ടാണ് പുൽക്കൂട് പണിതത്. ആ വിശ്വാസത്തിലാണ് പണിതത്. ഒരർത്ഥത്തിൽ വിശുദ്ധ യൗസേപ്പ് രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തിലാണ് പുൽക്കൂട് പണിതത്. ദൈവത്തിൻ്റെ സ്വപ്നത്തിലാണ് പുൽക്കൂട് പണിതത്. നാം പലപ്പോഴും പണിതുയർത്തും നമ്മുടെ സ്വപ്നങ്ങളിലാണ്. അപ്പോൾ പുൽക്കൂട് പണിത് പലപ്പോഴും നാം എന്താണ്, കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നാം പലതും യേശുക്രിസ്തുവിനെ പ്രതി പണിതുയർത്തുകയും ആർക്കും പ്രവേശനമില്ലാത്ത വണ്ണം വിരുദ്ധ സാക്ഷ്യം നൽകുന്ന കൊട്ടാരങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഭവനങ്ങൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കത്തക്കവണ്ണമുള്ള ഈ ഭവനങ്ങൾ ആർക്ക് വേണ്ടി പണിതുയർത്തുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഭവന നിർമ്മാണ സംസ്കാരം തന്നെ തിരുത്തി കുറിക്കേണ്ടതുണ്ട്. ഈ പുൽക്കൂടിൻ്റെ ഈ ക്രിസ്മസിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ കെട്ടിട നിർമ്മാണ സംസ്കാരം തന്നെ നാം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും അകറ്റുന്ന വലിയ മതിൽക്കെട്ടുകൾ കെട്ടി മറ്റുള്ളവരെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ ഒരു കാഴ്ചകൾ നൽകുന്ന വലിയ കാഴ്ച ബംഗ്ലാവുകൾ പോലെ നമ്മളുടെ ഭവനങ്ങൾ പണിതുയർത്തുന്നതിലൂടെ മറ്റുള്ളവരെ നമ്മിൽ നിന്നും അകറ്റുകയാണ്. നാം ഓർമ്മിക്കണം, നമ്മുടെ മാതാപിതാക്കൾ ശൂന്യതയിൽ നിന്ന് പണിതവരാണ്. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവർക്ക് ഈ ഒരു ആത്മീയമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ശൈലി ഉണ്ടായിരുന്നു. അവർക്ക് പുലർച്ചയ്ക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് സ്വർഗം തുറപ്പിക്കാൻ അറിയാമായിരുന്നു. മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ അറിയാമായിരുന്നു. ഒരു വീട്ടിൽ 2 വിരുന്നുകാർ കൂടുതൽ വന്നാൽ അമ്മ മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടക്കുന്നത്, സന്തോഷത്തോടെ പട്ടിണി കിടക്കുന്ന അനുഭവം. നമ്മുടെ മുൻ പ്രസിഡൻറ്റ് അബ്ദുൽ കലാം എഴുതിയ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത്, 2ാം ലോകമഹായുദ്ധകാലത്താണ്. ഭക്ഷണത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലം. വീട്ടിലും ഈ ദാരിദ്ര്യം, ഈ പരിമിതി അനുഭവപ്പെടുന്നുണ്ട്. ഒരു ദിവസം അവർക്ക് എല്ലാ വൈകിട്ട് ഭക്ഷണത്തിന് ചപ്പാത്തി ഒരാൾക്ക് 3 ചപ്പാത്തി വീതമാണ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഈ 3 ചപ്പാത്തി കഴിച്ചതിന് ശേഷവും ബാലനായ കലാം അമ്മയോട് പറഞ്ഞു, അമ്മയെ 1 ചപ്പാത്തി കൂടി വേണം. അമ്മ ഒരു മടിയും കൂടാതെ 1 ചപ്പാത്തി കൂടെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അമ്മ നൽകി. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ജ്യേഷ്ഠൻ കലാമിനോട് പറഞ്ഞു, കലാം, നീ 2 ചപ്പാത്തി കൂടുതൽ കഴിച്ചതുകൊണ്ട് അമ്മ ഇന്ന് പട്ടിണിയാണ്. കലാമിന് വിഷമമായി. കലാം തിരിച്ചു വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാനിന്ന് 2 ചപ്പാത്തി കഴിച്ചതുകൊണ്ട് അമ്മ ഇന്ന് പട്ടിണിയാണോ? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നീ 2 ചപ്പാത്തി കൂടുതൽ കഴിച്ചപ്പോഴേ അമ്മയ്ക്ക് നിറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഒരു സമർപ്പണം, ഈ ഒരു സ്നേഹമാണ്
ശൂന്യതയിൽ, ഒരുപക്ഷേ ബലഹീനതകളിൽ, കുറവുകളിൽ, പരിമിതികളിൽ നമ്മുടെ ഭവനങ്ങളെ ദൈവോന്മുഖമായി പരസ്പരമുള്ള ബന്ധത്തിൽ കെട്ടിപ്പടുക്കുന്നത്, ദൃഢബന്ധത്തിൽ കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളത് നാം ഓർമ്മിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അത് കുറഞ്ഞു വരികയാണ്. ബേത്ലഹേമിൽ പുൽക്കൂട്ടിൽ നാം കാണുന്നത് ഉണ്ണിയേശുവിനെ മാത്രമല്ല, അവിടെ ഒരു കുടുംബത്തെയാണ് നാം കാണുന്നത്. പുൽക്കൂട്ടിലൊരു കുടുംബം. അവിടെ ഇടയന്മാർ ചെന്ന് കണ്ടത് ഉണ്ണിയേശുവിനെ മാത്രമല്ല, മറിയത്തോടും യൗസേപ്പിനോടുമൊപ്പം യേശുവിനെ കണ്ട് അവർ മടങ്ങുകയായിരുന്നു. വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒരു കുടുംബം എങ്ങനെയായിരിക്കുന്നു കുടുംബം എന്നതിനെ സംബന്ധിച്ചുള്ള പാഠം പുൽക്കൂട്ടിൽ നിന്നും നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഈ പുൽക്കൂട്ടിൽ നാം എത്തുന്നത് കാഴ്ചക്കാരായിട്ടല്ല, മറിച്ച് ഈ പുൽക്കൂടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനാണ്, പരിശോധിക്കാനാണ്, ആത്മശോധന ചെയ്യാനാണ്, പുനർസമർപ്പിക്കാനാണ്. ആ പുൽക്കൂടിൻ്റെ വിശുദ്ധി, ആ പുൽക്കൂടിൻ്റെ ലാളിത്യം, പങ്കുവയ്ക്കുന്നുള്ള മനോഭാവം, ആ കൂട്ടായ്മ അനുഭവം, മാലാഖമാരുടെ സാന്നിധ്യം, ഒരു കുടുംബത്തെ കുടുംബമാക്കുന്നതെല്ലാം ആ ഭവനത്തിനുണ്ട്. വിശുദ്ധ ദമ്പതികളെ പറ്റി നമുക്കറിയാം. കഴിഞ്ഞ വർഷം പരിശുദ്ധ പിതാവ് വിശുദ്ധരായി പ്രഖ്യാപിച്ച ദമ്പതികൾ സേലി മാർട്ടിനും ലൂയി മാർട്ടിനും. അവർ സേലി മാർട്ടിൻ വിവാഹിതയാകുമ്പോൾ 27 വയസ്സുണ്ട്, ലൂയി മാർട്ടിന് 35 വയസ്സുണ്ട്. അവർ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. സാധാരണ ഒരു കുടുംബം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളുണ്ട്. അവിടെ രോഗമുണ്ട്, അവിടെ സാമ്പത്തിക ക്ലേശമുണ്ട്. അവർ സ്വന്തം ഭവനം വിട്ട്, സ്വന്തം നാട് വിട്ട് പാർത്തിരുന്ന ആ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നുണ്ട്. പലതരത്തിലുള്ള ക്ലേശങ്ങളുണ്ട്. പക്ഷേ ഈ ഭൗതികതയല്ല ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമെന്ന് ആ കുടുംബം നമുക്ക് കാണിച്ചു തരുന്നു. ഒൻപത് മക്കളെയാണ് ദൈവം നൽകിയത്. പക്ഷെ നാം അറിയണം, 4 മക്കളും മരിച്ചുപോയി. 2 ആൺമക്കൾ ഉൾപ്പെടെ 4 മക്കൾ മരിച്ചുപോയി. 5 പെൺമക്കൾ ആ പെൺമക്കളെ വളർത്തി. അപ്പോൾ കണ്ണുനീരും മരണവും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദുരന്തങ്ങളും, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ ഒരു പക്ഷേ ശാപം തോന്നാവുന്ന വണ്ണം ഉള്ള ഒരു കുടുംബാന്തരീക്ഷമായി അത് പരിണമിക്കാമായിരുന്നു. പക്ഷേ ഇതിനെയെല്ലാം വിശ്വാസത്തോടെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ 5 മക്കളെയും വിശുദ്ധരായി വളർത്തി. ഈ ദമ്പതികൾ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തത് പണത്തിലല്ല, ഭൗതിക സൗകര്യങ്ങളിലല്ല, വലിയ കെട്ടിട സമുച്ചയങ്ങളിലല്ല, ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസത്തിലല്ല, ഇന്ന് ഈ ലോകത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്തുകൊണ്ടല്ല. വിശുദ്ധരായ ദമ്പതികൾ വിശുദ്ധരായ മക്കളെ വളർത്തി, വിശുദ്ധരായി മക്കളെ വളർത്തി. കൊച്ചുത്രേസ്യ പുണ്യവതി സ്നേഹത്തിൻ്റെ വലിയ അപ്പസ്തോല, നമുക്കൊക്കെ സ്വർഗം നേടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ കുറുക്ക് വഴി നമുക്ക് കാണിച്ചു തന്ന, യാതിനെ കാലഘട്ടത്തിന് കാണിച്ചു തന്ന വലിയ ഒരു വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി സ്നേഹത്തിൻ്റെ പാത എങ്ങനെ പഠിച്ചു? ഈ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചു, ഈ കുടുംബത്തിൽ നിന്ന് പഠിച്ചു. അമ്മ മരിച്ചാൽ ആരാണ് അമ്മ എന്ന് അവളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ, കരവലയത്തിൽ വളർന്നു വന്നു. അമ്മയുമായുള്ള ബന്ധം അത് അമ്മയും മകളുമെന്നുള്ള, അക്ഷരാർത്ഥത്തിൽ അമ്മയും മകളുമെന്നുള്ള
ആ ഒരു ബന്ധത്തിൻ്റെ ഹൃദ്യതയിലായിരുന്നു, ആഴത്തിലായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബജീവിതം നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ ഈ പുൽക്കൂട്ടിൽ യേശു മാത്രമല്ല പിറന്നത്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ പുൽക്കൂട്ടിൽ ഈ വിശ്വത്തിന് മുഴുവനും വേണ്ടി ഒരു അമ്മ കൂടി പിറന്നിരിക്കുന്നു. അതാണ് പരിശുദ്ധ അമ്മ. തലമുറകൾക്കൊരു മാതൃകയായി ഒരു പിതാവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ലോകത്തിനെന്നും ഒരു കടാവിളക്കെന്ന വണ്ണം ജ്വലിച്ചു നിൽക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ഒരു മാതൃക നമുക്ക് പുൽക്കൂട്ടിൽ കണ്ടെത്താൻ സാധിക്കുന്നു. അവിടെ ഭവനങ്ങളിൽ വഴിതേടി, വാതിലുകൾ മുട്ടി, സത്രത്തിലിടം തേടി കിട്ടിയില്ല. അവരെന്താണ്? നിരാശപ്പെട്ടില്ല, മുദ്രാവാക്യം വിളിച്ചില്ല, അവർ മറുതലിച്ചില്ല, പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. ദൈവം നയിച്ച പാതയിലൂടെ, പരിമിതികളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേർന്നിടം വിശുദ്ധയിടമായി. അതാണ് എത്തിച്ചേർന്നിടം ഒരു കുടുംബമായി മാറി. കുഞ്ഞ് പിറക്കേണ്ടത് കുടുംബത്തിലാണ്. അതുകൊണ്ട് വലിയ മട്ടുപ്പാവുകൾ പിറക്കുക എന്നുള്ളതല്ല. ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഹൃദ്യത എവിടെയുണ്ടോ, ദൈവഹിതത്തിന് കീഴ്വഴങ്ങി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആ ഒരു സമർപ്പണത്തിൻ്റെ അരൂപി എവിടെയുണ്ടോ അവിടെ കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ പുൽക്കൂട്ടിൽ ഒരു കുടുംബത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അവിടെ മഹോന്നതയായ ഒരു അമ്മയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി ലഭിച്ചിരിക്കുന്നു എന്ന്. ഈ മാതാപിതാക്കളിലേക്ക് നോക്കി നമുക്ക് എത്രമാത്രം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ദമ്പതികൾ പലപ്പോഴും നോക്കുന്നത് എന്താണ്? ഈ കുഞ്ഞിനെ സ്വീകരിച്ചാൽ ഞങ്ങൾക്കെന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന, ഒരുപക്ഷെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥമതികളായ ദമ്പതികളുടെ സ്ഥാനത്ത് മറിയം ചിന്തിച്ചത് എന്താണ്? ഞാൻ ഈ കുഞ്ഞിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞിനെന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ദൈവിക പദ്ധതിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. തന്നെപ്പറ്റി വിസ്മരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി സ്വർഗം നൽകിയ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോൾ ആ കുഞ്ഞ് ദൈവപുത്രനായിരുന്നു എന്നതാണ് ദമ്പതികൾ പഠിക്കേണ്ട പാഠമാണ്. ദൈവം നൽകുന്ന കുഞ്ഞിനെ ദൈവമക്കളായി വളർത്തിക്കൊണ്ടുവരാൻ അവരിലൂടെ ഈ മാതാപിതാക്കൾ അനുഗ്രഹീതരാകും. അവരിലൂടെ യേശുക്രിസ്തു ജീവിച്ച് ഈ മണ്ണിനെ വിശുദ്ധീകരിക്കും. ആ ഒരു വിളി ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. യൗസേപ്പിൻ്റെ ജീവിതത്തിലും കുടുംബജീവിതത്തിൻ്റെ രഹസ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദൈവഹിതത്തിന് ഒരു വാക്കുപോലും മറുതലിക്കാതെ, മറുചോദ്യം ചോദിക്കാതെ പ്രവർത്തിക്കുക, പ്രതികരിക്കുക മാത്രം, കർമ്മത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ മാത്രം പ്രതികരിക്കുന്ന യൗസേപ്പ് ഓരോ സന്ദർഭത്തിലും നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നിദ്രയിൽ നിന്ന് ഉണർന്നു. ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തിയതനുസരിച്ച്, സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. അപ്പോൾ ഓരോ സന്ദേശവും പുതിയൊരു ഉണർവിലേക്കാണ് നയിച്ചത്. എന്താണ്? പുതിയൊരു ഉണർവിലേക്കാണ്. വിശുദ്ധ യൗസേപ്പ് ഈ ഉണ്ണിക്കിടമൊരുക്കാൻ വേണ്ടി അന്ന് രാത്രിയിൽ ഹൃദയം നൊന്ത് തൻ്റെ കണ്ണുനീരിലും വിയർപ്പിലും ഒരുക്കിയെടുത്ത ഒരു ഭവനത്തിലാണ് ക്രിസ്തു ജനിച്ചത് എന്ന്. ഇങ്ങനെ ക്രിസ്തുവിന് ജന്മം നൽകാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം, ദമ്പതികൾക്ക് സാധിക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി നാം ഓർമ്മിക്കണം, പുൽക്കൂടുകൾ നാം തിരിച്ചറിയണം. നാം പുൽക്കൂടുകൾ തീർക്കുക, പുൽക്കൂടുകൾ പണിയണം. തീർച്ചയായും ക്രിസ്തു പിറക്കുന്നിടം നാം പണിയണം. അതോടൊപ്പം തന്നെ പുൽക്കൂടുകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ക്രിസ്തു പിറന്നിരിക്കുന്നിടം, ക്രിസ്തു ജീവിച്ചിരിക്കുന്നിടം, ക്രിസ്തുവിന് ശുശ്രൂഷ ആവശ്യമുള്ളിടം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ധനികനായ മനുഷ്യന് വീട്ടുപടിക്കൽ ലാസർ എന്നൊരു പുൽക്കൂടുണ്ടായിരുന്നു.
ആ ലാസറിനെ തിരിച്ചറിയാൻ അവന് സാധിച്ചില്ല. നമ്മളെ കൺവട്ടത്ത് യേശു പിറന്നിരിക്കുന്ന പുൽക്കൂടുകളുണ്ട്. ആ പുൽക്കൂടുകൾ തിരിച്ചറിയാനും ആ പുൽക്കൂടുകളിൽ എത്താനും നമുക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയം പുൽക്കൂടിന് സമാനമായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിച്ചെടുക്കാം. എളിമയിൽ, ലാളിത്യത്തിൽ, വിശുദ്ധിയിൽ, തുറവിയിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വിശുദ്ധീകരിച്ചെടുക്കാം. നമുക്ക് പുൽക്കൂടുകൾ പണിതുയർത്താൻ ശ്രമിക്കാം. കൊട്ടാരങ്ങൾ അപകടകാരികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിൽ എത്താൻ തടസ്സമായി നിൽക്കുന്ന അത്തരം സങ്കേതങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുക, വിട്ടു പുറത്തിറങ്ങുക. വഴിതെറ്റിക്കുന്ന നക്ഷത്രങ്ങളെയല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന അടയാളങ്ങൾക്ക് പിന്നാലെ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ ദൈവമേ, അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പരിമിതികളിൽ, ഇല്ലായ്മകളിൽ, പുൽക്കൂട്ടിൽ അവിടുന്ന് പിറന്നു. എന്നേക്കാൾ മോശമായിട്ടാണ്, എന്നേക്കാൾ ദരിദ്രനായിട്ടാണ് ഞാൻ പിറന്നത് എന്ന് മറ്റാർക്കും പറയാൻ സാധിക്കാതെ വണ്ണം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരൂപം പൂണ്ട് ഇറങ്ങി വന്നത് ഈ പരിമിതികളുടെ ഇടത്താണ് എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഈ പുൽക്കൂടിന് മുമ്പിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ, നിർവചിക്കാൻ, വിലയിരുത്താൻ, പുനർസമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പുൽക്കൂടുകൾ പണിയാനും ക്രിസ്തു പിറന്നിരിക്കുന്ന പുൽക്കൂടുകൾ തിരിച്ചറിയാനും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നൽകി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുനാഥാ, വാ സ്നേഹനാഥാ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശുനാഥാ, വാ യേശുനാഥാ, വാ സ്നേഹനാഥാ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ യേശുനാഥാ. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. വാ യേശുനാഥാ,
നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. വാ വാ യേശുനാഥ, വാ വാ യേശുനാഥ, വാ വാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ വാ യേശുനാഥ, വാ വാ യേശുനാഥ, വാ വാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാ വാ യേശുനാഥ, വാ വാ യേശുനാഥ, വാ വാ യേശുനാഥ. ഈ തിരുവോസ്തി മഹാരഹസ്യം നമ്മിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. പുൽക്കൂട്ടിൽ ആരംഭിച്ച ബലിജീവിതത്തിൻ്റെ പൂർത്തീകരണം ആ ശൂന്യവൽക്കരണത്തിൻ്റെ പൂർത്തീകരണം ഈ തിരുവോസ്തിയിൽ തന്നെ തന്നെ നൽകുന്നതിലെത്തിച്ചു. പുൽക്കൂട്ടിൽ പിറന്നവനാണ്. പുൽക്കൂടിൻ്റെ ജീവിതം തുടർന്ന് അത് ദൈവസ്നേഹത്തിൻ്റെ മനോഹരമായ പാഠമായി ജീവിച്ച് കുരിശിൽ തൻ്റെ ജീവിതം പൂർത്തിയാക്കിയത് അത് മഹോന്നതമായ ബലി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പുൽക്കൂട് ബലിപീഠമാണ്. ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ മാത്രം ബലിയല്ല, പിതാവിൻ്റെ ബലിയുമാണ്. പിതാവ് ഈ പുൽക്കൂട്ടിൽ പുത്രനെ അയച്ചുകൊണ്ട്, ഈ ഭൂമിയിലേക്ക് പുത്രനെ അയച്ചുകൊണ്ട്, ഈ ബലിപീഠത്തിലേക്ക് പുത്രനെ അർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ ബലിയാക്കി. സ്നേഹത്തിൻ്റെ ബലി. എല്ലാ ബലിയും സ്നേഹത്തിൽ പൂർണ്ണമാകുന്ന ശൂന്യവൽക്കരണമാണ്. ആ ശൂന്യവൽക്കരണത്തിൻ്റെ സമ്പൂർണതയാണ് ഈ തിരുവോസ്തിയിൽ നാം കാണുന്നത്. ദൈവം അപ്പമായി നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പത്തിൽ നിന്നും ആരും അകലുകയില്ല. അപ്പത്തെ ആരും ഭയപ്പെടുകയില്ല. അപ്പം ഒരുവൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യനോട് ഇത്രമാത്രം താതാത്മ്യപ്പെടാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാർഗം, ഒരു മാധ്യമം കണ്ടെത്തുക സാധ്യമല്ല. കർത്താവ് അപ്പമായി മാറി, ഭക്ഷണമായി മാറി. ദൈവമേ,
രഹസ്യാത്മകമായ അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്കൊരു അഭിഷേകമായി ലഭിക്കാൻ സ്വർഗത്തിൻ്റെ ശക്തി അയക്കണമേ. സ്നേഹമായവനെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് ആട്ടിടയന്മാരോടും ജ്ഞാനികളോടും ചേർന്ന് പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും ചേർന്ന് പുൽക്കൂട്ടിൽ പിറന്ന യേശു ആ പുൽക്കൂടിൻ്റെ പൂർത്തീകരണമായ ഈ തിരുവോസ്തിയിൽ അവതീർണനായിരിക്കുന്നത് കണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. മാലാഖമാരോടും പരിശുദ്ധന്മാരോടും ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, സ്വയം ശൂന്യമാകുന്ന സ്നേഹം, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ആരാധന ആയിരടികളോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സ്നേഹം അനുഭവിച്ചറിയാൻ ഹൃദയം തുറന്നാലേ സാധ്യമാകൂ. സ്നേഹം ഹൃദയത്തിന്റെ ഭാവമാണ്. അവിടുത്തെ സ്നേഹമാണ്, അവിടുത്തെ ഹൃദയമാണ് ഈ തിരുവോസ്തിയിലൂടെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്നേഹത്തെ തിരിച്ചറിയാൻ ഹൃദയമാർദ്രമായാലേ സാധ്യമാകൂ. ആ സ്നേഹാനുഭവത്തിൽ എത്തി ജീവിതം സമർപ്പിക്കാൻ ആർദ്രഹൃദയർക്കേ കഴിയൂ. കഠിനഹൃദയനായ ഹെറോദേസ് യേശുവിൻ്റെ പിറവിയിൽ അവൻ്റെ ഹൃദയത്തെ കൂടുതൽ കഠിപ്പിച്ചു. അവൻ്റെ ഹൃദയം കൂടുതൽ കഠിനമായി. പ്രകാശം ഉദിച്ചുയർന്നപ്പോൾ ആ പ്രകാശത്തെ തല്ലിക്കെടുത്താൻ ശ്രമം. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന മാതാപിതാക്കൾ, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ സ്വീകരിക്കാതെ സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി കൊല ചെയ്യുന്നവർ,
മറ്റുള്ളവർക്ക് അർഹിക്കുന്ന നീതി നിഷേധിക്കുന്നവർ, നമുക്ക് ഓർമ്മിക്കാം, അവർക്കൊരിക്കലും യേശുവിനെ തിരിച്ചറിയാനാവില്ല, പുൽക്കൂട്ടിലെത്താനാവില്ല. നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, എൻ്റെ ദൈവമേ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. യേശു നമ്മൾ ഓരോരുത്തരിലും പിറക്കാൻ ആഗ്രഹിക്കുന്നു. മറിയവും യൗസേപ്പും ചേർന്ന് ബേതലഹേമിലെ ഭവനങ്ങളിൽ മുട്ടിവിളിച്ചു. പലതും പരിചിതമായ ഭവനങ്ങളായിരുന്നു. ആ വാതിലുകൾ കൊട്ടിയടച്ചു. യേശുവിൻ്റെ പിറവി അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കും. സത്രങ്ങളിൽ ഇടം കിട്ടിയില്ല. പൊതുഭവനമാണ്, അവിടെയും ഇടമില്ല. ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശുവിന് സത്രങ്ങളിൽ പിറക്കുക സാധ്യമല്ല. സ്വന്തം സാമ്രാജ്യങ്ങളായി പണിതുയർത്തിയിരിക്കുന്ന സ്വാർത്ഥതയിൽ പണിത് മറ്റുള്ളവരെ വെല്ലുവിളിക്കത്തക്കവണ്ണം മട്ടുപ്പാവുകൾ കഴിയുന്നവർക്ക് യേശുവിന് പ്രവേശനം നൽകുക സാധ്യമല്ല. അവൻ മതിൽക്കെട്ടുകൾക്കെന്നും പുറത്തായിരിക്കും. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, അങ്ങേ സ്വീകരിക്കാൻ എന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ ഞാൻ തുറക്കുന്നു, ഞാൻ തുറക്കുന്നു. കടന്നു വരണമേ, കടന്നു വരണമേ. എന്റെ ഭവനത്തിന്റെ വാതിലുകൾ ഞാൻ തുറക്കുന്നു. എന്റെ ഭവനത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. രക്ഷകനായി, കർത്താവായി എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. എന്റെ കർമ്മവേദിയിലേക്ക് എന്റെ ദൈവമേ അവിടുന്ന് എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 രക്ഷക ആരാധന 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 രക്ഷക ആരാധന. വിശുദ്ധ യൗസേപ്പ് ശൂന്യതയിലാണ് യേശുവിന് വേണ്ടി ഭവനം പണിതത്.
അപരിചിതമായ ഇടത്ത്. പക്ഷേ അവിടുന്ന് പണിതത് വിശ്വാസത്തിലാണ്, ദൈവവചനത്തിലാണ്. ദൈവത്തിൻ്റെ സ്വപ്നം സ്വന്തം സ്വപ്നമാക്കിക്കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പള്ളി പണിയാൻ, കർത്താവിന് പിറക്കാൻ ഒരു ഭവനം പണിയാൻ, കർത്താവിനെ കാണാനും സ്വീകരിക്കാനും കർത്താവ് പ്രഘോഷിക്കപ്പെടാനും വേണ്ടി ഒരാലയമായി തീരാൻ, എൻ്റെ ദൈവമേ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ, 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 കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ബേത്ലഹേമിലെ പുൽക്കൂട്ടിലെത്തി ആട്ടിടയന്മാർ കണ്ടത് ഒരു കുടുംബത്തെയാണ്. മറിയത്തോടും യൗസേപ്പിനോടുമൊപ്പം യേശുവിനെ കണ്ട് വണങ്ങി. പുൽക്കൂട്ടിലൊരു കുടുംബം, യേശു ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുന്ന കുടുംബം. കുടുംബ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം. എല്ലാത്തിനെയും നവീകരിക്കാൻ വന്ന കർത്താവ് കുടുംബത്തെ ദേവാലയമാക്കിക്കൊണ്ട് തലമുറകളെ പൗത്രീകരിച്ചു. അവിടെ ഒരു മാതാവുണ്ട്, അവിടെ ഒരു പിതാവുണ്ട്, അവിടെ ഒരു ഭർത്താവുണ്ട്, അവിടെ ഒരു ഭാര്യയുണ്ട്, അവിടെ ഒരു ദൈവ പൈതലുണ്ട്. പ്രിയപ്പെട്ടവരെ, മാതൃത്വത്തിന്റെ പാഠം ഈ അമ്മയിൽ നിന്ന് പഠിക്കണം. കുഞ്ഞിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന അമ്മ, കുഞ്ഞിനെ സ്വർഗത്തിന്റെ സമ്മാനമായി സ്വീകരിക്കുന്ന അമ്മ, ആ മകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം ബലിയാക്കി മാറ്റുന്ന അമ്മ, ദൈവം നൽകിയ പൈതലിനെ സ്വർഗത്തിന്റെ രഹസ്യമായി സ്വീകരിക്കുന്ന അമ്മ. ദൈവിക പദ്ധതിയിലുള്ള ഈ കുടുംബത്തിന് വേണ്ടി എല്ലാം മറന്ന് ജീവിതം സമർപ്പിക്കുന്ന, ദൈവിക പദ്ധതിയെ ധ്യാനമാക്കി മാറ്റുന്ന മൗനത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനം ജീവിതത്തിലൂടെ നൽകുന്ന വിശുദ്ധ യൗസേപ്പ്. നമ്മുടെ കുടുംബങ്ങളെ അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ സാത്താൻ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ക്രിസ്തു പിറക്കാതിരിക്കാൻ, നമ്മുടെ തലമുറകൾ അന്യം നിന്ന് പോകാൻ, ക്രിസ്തുവിന്റെ നാമം മായിക്കപ്പെടാൻ, നമ്മുടെ ഭവനങ്ങളുടെ വാതിലുകളെ അടച്ചു ബന്ധിക്കുവാൻ, കൃപ കടന്നു വരാതെ വണ്ണം ബന്ധിക്കുവാൻ
യേശുക്രിസ്തുവിന് പ്രവേശനം നൽകാതെ ബന്ധിച്ചിടുവാൻ സാത്താൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ, കെണികൾ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് എന്റെ ഭവനത്തിൽ വാഴണമേ. അവിടുന്ന് എന്റെ ഭവനത്തിൽ വാഴണമേ. അവിടുന്ന് എന്റെ ഭവനത്തിൽ വാഴണമേ. അവിടുന്ന് എന്റെ ഭവനത്തിൽ അവിടുന്ന് വാഴണമേ. എന്റെ ഭവനത്തിൽ വാഴണമേ. അവിടുന്ന് എന്റെ ഭവനത്തിൽ വാഴണമേ. രക്ഷകനായ യേശുവേ, അവിടുത്തെ തിരുപ്പിറവിയുടെയും അവിടുത്തെ പീഡാനുഭവത്തിന്റെയും അവിടുത്തെ മരണത്തിന്റെയും അവിടുത്തെ പുനരുദ്ധാനത്തിന്റെയും രക്ഷണീയ കർമ്മങ്ങളുടെയും യോഗ്യതയാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ എല്ലാ രക്തസാക്ഷികളുടെയും പുണ്യവാന്മാരുടെയും പുണ്യയോഗ്യതയാൽ ബലഹീനനായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാരിത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും തകർക്കുന്ന നാരകീയ ശക്തികളുടെ കോട്ടകളെ ഞാൻ ഛിന്ന ഭിന്നമാക്കുന്നു, നിർവീര്യമാക്കുന്നു. ഈ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ, ഔസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ തിരുസന്നതിയിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ, യേശുവേ, യേശുവേ, രക്ഷകാ, രക്ഷകാ. എല്ലാ തിന്മയുടെ ശക്തികളെയും പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആ ഒരാശീർവാദം, ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ശക്തി ഈ കുർബാനയുടെ ആശീർവാദത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങൾക്കും സ്വീകരിക്കാം. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരണ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.